അസ്സലാമു അലൈക്കും. ഇപ്പോഴത്തെ 2-3 വീഡിയോസിൽ ഞാൻ ആദമിനെയും മയാനെയും എന്താ കാണാത്തതെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, ഞാൻ മിക്കവാറും എടുക്കുന്നത് ഈ കുക്കിംഗ് ടൈമിലായിരിക്കുമല്ലോ, ഈവനിങ് ആയിരിക്കും കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളൊക്കെ. അപ്പോൾ ആ സമയത്ത് എൻ്റെ ആദത്തിനെയും മയാനെയും ഭക്ഷണമൊക്കെ കൊടുത്ത് സ്നാക്സൊക്കെ കൊടുത്തതിന് ശേഷം ഞാനങ്ങ് പതിയെ ഉറക്കും. അല്ലെങ്കിൽ എനിക്ക് കുക്ക് ചെയ്യാനൊന്നും പറ്റില്ല, വീട്ടിലത്തെ ഒരൊറ്റ കാര്യം നടക്കില്ല. നോമ്പൊക്കെ ആയതുകൊണ്ട് ആ സമയത്തിന് കുക്ക് ചെയ്യുമ്പോൾ മക്കളും കൂടി നിൽക്കുമ്പോൾ അറിയാമല്ലോ, നടക്കുമല്ലോ ഒന്നും. അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങ് ഉറക്കും ആ സമയത്തിന്. അപ്പോൾ അവരങ്ങ് ഉറങ്ങിക്കോളും. പിന്നീട് കുറച്ച് ഒരു നോമ്പൊക്കെ മുറിച്ചിട്ട് ഒക്കെ കഴിയുമ്പോൾ മക്കളെ ഞാൻ പതിയെ എണീപ്പിക്കും. ആ സമയത്ത് ഈ താത്താന്മാർ ഉറങ്ങില്ല. ഹൈസാമ്മയാണെങ്കിൽ ഭയങ്കരമായിട്ടും കരഞ്ഞിരിക്കും. ഞാൻ അവളെ സൈഡിലങ്ങ് ഇരുത്തിയിരിക്കും. പിന്നെ ഐഷു എന്തെങ്കിലും ടോയ്സ് കൊടുത്താൽ അവളങ്ങ് നിൽക്കും എൻ്റെ കൂടെ. പിന്നെ ടോയ്സ് ഇതുപോലെ വലിച്ചു വാരിയൊക്കെ ഇടും. കുറച്ച് ദിവസം കൊണ്ട് 2 അടിയും 2 വഴക്കൊക്കെ കൊടുത്തതുകൊണ്ട് അവൾ തന്നെ തിരിച്ചെടുത്ത് മര്യാദയ്ക്ക് എടുത്ത് വച്ചോളും. ഒന്നും കാണൂല. അവിടെ ഉള്ളത് അവൾ എടുത്ത് കളിച്ച സാധനങ്ങളെല്ലാം തിരിച്ചെടുത്ത് വയ്ക്കും. എന്നാലേ ഞാൻ നെക്സ്റ്റ് ടോയ് കൊടുക്കുള്ളൂ. അതുകൊണ്ട് കുറച്ച് ദിവസം കൊണ്ട് അങ്ങനൊരു ശീലം അങ്ങനെ അവൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചിക്കനും മട്ടനും ഒന്നും അല്ല, മുട്ടക്കറിയാണിന്ന്. മുട്ടക്കറി ചപ്പാത്തി. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയിൽ പെരിഞ്ചീരകം, പച്ചമുളക്, കറിവേപ്പില എല്ലാം കൂടി നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുത്തിട്ട്, സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 3 സവാള എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ വഴറ്റുക. മെയിൻ സംഭവമാണ് വഴറ്റുക. സ്ലോ കുക്ക് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ വഴറ്റിയെടുക്കണം. എന്താ വെച്ചാൽ മുട്ടക്കറിക്കില്ല, ഏത് കറിക്കായിരുന്നാലും സവോള നല്ല രീതിയിൽ ഫ്ലെയിം കൂട്ടി വയ്ക്കാണ്ട് ഒരു മീഡിയം സ്ലോ ഫയറിലിട്ടിട്ട് നല്ല രീതിയിൽ നമ്മളിങ്ങനെ വഴറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. അതുകൊണ്ട് നോമ്പും കൂടെ ആയതുകൊണ്ട് ഞാൻ പതിയെ ഇങ്ങനെ വഴറ്റിയെടുക്കുകയാണ്. സൈഡിൽ ഐഷു നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ല, ടോയ്സ് അടുത്ത ടോയ് കൊടുത്തതിന് ശേഷം അവൾ അത് വെച്ച് കളിച്ച് നിൽക്കുകയാണ്. എനിക്ക് പണി ഉണ്ടാക്കില്ല, തിരിച്ചെടുത്ത് അതുപോലെ എടുത്ത് വെച്ചോളും. അതുകൊണ്ട് വലിയ പാടില്ല എന്ന് വെച്ചാൽ പാടൊക്കെയുണ്ട്. ഇത് അറേഞ്ച് ചെയ്തൊക്കെ ഞാൻ വെക്കണം. അവൾ എല്ലായിടത്തും ഒരുമിച്ചങ്ങ് വയ്ക്കത്തേ ഉള്ളൂ. അറേഞ്ച് ചെയ്തൊക്കെ ഞാൻ വെക്കും. അവൾ പണിയെടുത്തല്ലേ പറ്റുള്ളൂ, വേറെ വഴിയില്ലല്ലോ. അപ്പോൾ സ്ലോ കുക്ക് ചെയ്ത് സവോള വഴറ്റുന്ന കാര്യം മറക്കണ്ട. ഈ സമയത്ത് ഞാനിങ്ങനെ സവോള ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുവാണ്. പയ്യതാണ്ട് ഒത്തിരി സമയം, കുറച്ചധികം സമയം വഴറ്റൽ ഞാൻ എടുത്തു, ഇല്ലയൊന്നും പറയുന്നില്ല. കണ്ടോ, ഈ ഒരു പരുവത്തിൽ വഴണ്ട് വരുമ്പോൾ നമ്മുടെ തക്കാളി, ഞാൻ 2 തക്കാളി, 3 സവോള, 3 മീഡിയം സൈസിന് ഉള്ള സവാളയും 2 മീഡിയം സൈസിലുള്ള തക്കാളിയും. ഈ തക്കാളിയുടെ നമ്മൾ വഴറ്റുമ്പോൾ നല്ല രീതിയിൽ ഉടച്ചു കൊടുക്കണം. നല്ല രീതിയിൽ നല്ലതായിട്ട് വഴണ്ട് വരണം. ഒട്ടും തരിതരിപ്പില്ലാണ്ട് തക്കാളി നല്ല രീതിയിൽ സവോളയുടെ ഒപ്പം ഇങ്ങനെ വഴണ്ട് വരണം. ഇൻ ബിറ്റ്വീൻ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. ഞാൻ 2 ക്യൂബാണ്. ഞാനിങ്ങനെ ക്യൂബാക്കി വെച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ കട്ടയായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നത്. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ബൾക്കായിട്ട് ചതച്ചിട്ട് ഞാനിങ്ങനെ നമ്മുടെ ട്രെയിലാക്കിയിട്ട് കുഞ്ഞു ക്യൂബ്സായിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ വഴറ്റിയെടുത്തതിന് ശേഷം മുളക് പൊടി 1 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി സെയിം 1 ടേബിൾ സ്പൂൺ, പിന്നെ ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഈ അളവിന് ഞാൻ ഈ 4 പൊടികളും ഇട്ട് കൊടുക്കുവാണ്. വേറെ പൊടികളൊന്നുമില്ല. നല്ല രീതിയിൽ പൊടികളൊക്കെ ഇതിൻ്റെ കൂടെ യോജിപ്പിച്ചതിന് ശേഷം തേങ്ങാപ്പാലാണ് ഇത്. തേങ്ങാപ്പാൽ 1, തേങ്ങാപ്പാൽ 2 അങ്ങനെയൊന്നും ഞാൻ എടുത്തിട്ടില്ല. തേങ്ങാപ്പാൽ ഒരു തേങ്ങയുടെ പകുതി ചിരണ്ടിയിട്ട് നല്ല രീതിയിൽ അടിച്ച് അതിൻ്റെ പാൽ പിഴിഞ്ഞങ്ങ് ഒഴിച്ചു കൊടുത്തു. 1-ാം പാൽ 2-ാം പാലൊന്നുമില്ല, ജസ്റ്റ് തേങ്ങാപ്പാൽ. ഓക്കെ. അപ്പോൾ എന്നിട്ട് നല്ല രീതിയിൽ അത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പം തന്നെ കളറൊക്കെ കണ്ടില്ലേ, നല്ല ടേസ്റ്റുള്ള കറിയാണ് ഇത്. ചുമ്മാ പറയണതല്ല, നോമ്പായതുകൊണ്ട് പറയുന്നതും അല്ല. ഇത് ഫിൽറ്ററൊന്നും ഇല്ല, സെയിം കളർ തന്നെയാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തു, കുറച്ച് കട്ടിയായി പോയതുപോലെ തോന്നി. അതിനുശേഷം ഞാൻ മുട്ട ഇട്ട് കൊടുത്തു. ആഫ്റ്റർ ദാറ്റ് കുറച്ച് മല്ലിയില ചോപ്പ് ചെയ്തതും കൂടി ഇട്ടതിന് ശേഷം മിക്സ് ചെയ്യുക. കറി റെഡിയായി.
നല്ല കറിയായിരുന്നു, നല്ല ടേസ്റ്റുള്ളൊരു കറിയാണിത്. നിങ്ങൾക്ക് എപ്പോഴും ചിക്കനും മട്ടനൊന്നും നോമ്പിന് കഴിച്ചാൽ പറ്റില്ലല്ലോ, വെജിറ്റബിൾ കറി മുട്ടക്കറിയൊക്കെ ആവാമല്ലോ. അപ്പോൾ അതാണ് ഇന്നത്തെ നോമ്പിന് എടുത്തത് നമ്മൾ മുട്ടക്കറിയും ചപ്പാത്തിയൊക്കെയാണ്. സുർജി ഇന്ന് വരാനായിട്ട് ഇച്ചിരി ലേറ്റായി, അപ്പോൾ ഇന്നിപ്പോൾ ഭക്ഷണം കഴിക്കാനും ഇച്ചിരി ലേറ്റായി. ഇതായിരുന്നു ഇന്നലത്തെ നോമ്പ് മുറിച്ച ഭക്ഷണം. മുട്ടക്കറി, ചപ്പാത്തി, ബ്രെഡ് സാൻഡ്വിച്ച്, പിന്നെന്താ കരിക്കിൻ ഷേക്കാണ് അതും പിന്നെ നമ്മുടെ സ്ക്വാഷില്ലേ അതും കൂടി. ഇനി അടുത്തുള്ള അംഗമെന്ന് വെച്ചാൽ മക്കളെ കഴിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ 4 പേരെ ഒരുമിച്ചിരുത്തിയാണ് ഭക്ഷണം മാക്സിമം കൊടുക്കുള്ളൂ. എന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കില്ല. ഇതിപ്പോൾ ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അടുത്ത ആൾ വാ തുറന്നില്ല എന്നുണ്ടെങ്കിൽ ഒരൊറ്റ അടി കൊടുക്കും ഞാൻ ആ വടി വെച്ചിട്ട്. അപ്പോൾ അത് കണ്ട് പേടിച്ചിട്ട് അടുത്തയാൾ വാ തുറക്കും. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് ഭക്ഷണം കൊടുക്കുന്നത്. അതുകൊണ്ട് ഒരുമിച്ചിരുത്താണ്ട് വേറെ നിവൃത്തിയില്ല. പിന്നെ ടി വിയും കൂടി ഇച്ചിരി പ്ലേ ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ പറ്റൂല, എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റില്ല. ടി വി വെക്കേണ്ടെന്ന് ഒത്തിരി മനസ്സിൽ വിചാരിച്ചാലും അവസാനം ഞാനത് വയ്ക്കും. എന്നാലേ നമ്മുടെ കാര്യങ്ങളും കൂടെ നടക്കണ്ടേ, അതുകൊണ്ടാണ്. അള്ളാഹ് ക്ഷമിച്ചോളും, വേറെ വഴിയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പിന്നെ ഈ പ്രോഗ്രാം നല്ലതാണ്, ഒമർ ആൻഡ് ഹന എന്ന് പറഞ്ഞിട്ട് മക്കൾക്ക് കാണാൻ നല്ലതാട്ടോ. അസ്സലാമു അലൈക്കും.